നമസ്കാരം. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ചിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു പെട്ടി തുറന്നിട്ട് കാര്യമായിട്ട് എന്തോ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എത്തി നോക്കി ചിരിക്കുന്ന ഒരു കന്നഡക്കാരനെയും കാണുന്നില്ലേ? മൂപ്പരുടെ ചിരിക്കെന്തോ പന്തികേടില്ലേ? അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. പഹൽഗാം ആക്രമണാനന്തരം ഇന്ത്യയുടെ തിരിച്ചടിയും അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ സർക്കാരിൻ്റെ കടന്നുകയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തരമായി ജനസമൂഹത്തിൻ്റെ അതൃപ്തി, പ്രതിഷേധം ഒക്കെ ആയി വല്ലാണ്ട് പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം കുറേ നാളായിട്ട്. അപ്പോഴാണ് അമ്പും തുമ്പും തിരിയാത്ത വിധം ലോകത്താകെ കച്ചവട കണ്ണുമായി നടക്കുന്ന ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആണല്ലോ എന്ന് അവർ ഓർത്തത്. അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഓർത്തത്. അങ്ങനെ ട്രംപിനെ ചാക്കിടാൻ ഒരു വമ്പൻ പരിപാടി ഒപ്പിച്ചതാണ് ഈ പെട്ടി തുറക്കൽ പരിപാടി. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും കൂടി വൈറ്റ് ഹൗസിൽ ഒരു പെട്ടി എടുത്തു പോയി നമ്മുടെ ട്രംപിനെ കണ്ടു. ഒരു പെട്ടി എന്താണ് എന്ന് ആശങ്ക ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എത്തിയിട്ട് ആ പെട്ടി അങ്ങോട്ട് തുറന്നു. എന്നിട്ടോ ട്രംപിന് ആ പെട്ടിക്കുള്ളിലെ വലിയ സംഗതികൾ കാണിച്ചു കൊടുത്തു. എന്താണെന്നറിയാം, പെട്ടിയിലെ ഒരു വലിയ രഹസ്യമാണ്, വലിയ നിധിശേഖരമാണ്. അതായത് പാകിസ്ഥാനിൽ അപൂർവമായ ധാതു സമ്പത്തുണ്ട്, അപൂർവമായ ഭൗമധാതുക്കൾ ഉണ്ട് എന്നും അത് ഖനനം ചെയ്തെടുത്താൽ നല്ല കാശുണ്ടാക്കാമെന്നും ഒക്കെ ട്രംപിന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ചില സംഗതികൾ ഇന്ന സാധനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞ് അതിൻ്റെ ഓരോ കഷ്ണം എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് വാർത്തയൊക്കെ നിങ്ങൾ വായിച്ചത് ഓർക്കുന്നുണ്ടാകും. ഈ ചിത്രം ലോകത്തെ സകല മാധ്യമങ്ങളിലും വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒടുക്കം ട്രംപ് അസീം മുനീറിൻ്റെ വാക്കും കേട്ട് എന്തെല്ലോ ചെയ്തു. ഭയങ്കര ധാതു സമ്പത്തല്ലേ, ട്രംപല്ലേ ആള്. ഇപ്പം പല ഇടത്തും ഇപ്പോൾ യുക്രൈനിലൊക്കെ ഈ ധാതു സമ്പത്ത് എടുത്തിട്ടാണ് മൂപ്പര് യുദ്ധം അവസാനിപ്പിക്കാൻ പലയിടത്തും പോകുന്നത് തന്നെ. അങ്ങനെ കച്ചവടത്തിനുള്ള സാധ്യതയാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നിട്ട് പറയണം ഭയങ്കര ധാതു സമ്പത്തുണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മൂപ്പര് പെട്ടി തുറന്ന് കാണിച്ച് ട്രംപിനെ ചാക്കിലാക്കിയതിൻ്റെ സാഹചര്യത്തിൽ ട്രംപ് ആ ചാക്കിലങ്ങ് വീണു. എന്നിട്ട് ഈ പെട്ടിയിലാക്കിയിട്ട് ട്രംപിനെയും പെട്ടിയിലാക്കിയിട്ടാണ് ഷഹബാസ് ഷെരീഫും അസീം മുനീറും വൈറ്റ് ഹൗസ് വിട്ടത്. അന്ന് പെട്ടി തുറന്ന് കാണിച്ചു കൊടുത്ത ഈ ചിത്രത്തിന് എന്താ ഇപ്പം കാര്യം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? വലിയ പ്രാധാന്യമുണ്ട്. ആ പെട്ടിക്കഥ വലിയൊരു തട്ടിപ്പായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ അമ്മാതിരി അപൂർവ ധാതു നിക്ഷേപമൊന്നും ഇല്ല എന്നും അതൊരു വലിയ കബളിപ്പിക്കലും അതിവാദവും മാത്രമായിരുന്നുവെന്നും വെളിപ്പെടുത്തൽ വഴി രാഷ്ട്രീയമായി ഉണ്ടായ പ്രതിസന്ധിയെ മറികടക്കലായിരിക്കാം ലക്ഷ്യം എന്നും ലോകത്തിലെ ഒരു പ്രമുഖ മൈനിങ് നിരീക്ഷണ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വാർത്ത ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള മൈനിങ് നിരീക്ഷണ മാധ്യമമായ ഡിസ്കവറി അലർട്ടിൻ്റെ റിപ്പോർട്ട് അതാണിപ്പോൾ പുറത്തു വന്നത്. ലോകമാധ്യമങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി, ആ വെളിപ്പെടുത്തലിനെ പറ്റി ചർച്ച ചെയ്യുന്നുമുണ്ട്. രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ NI 43101 സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പഠനത്തിലൂടെയാണത്രേ അപൂർവ ധാതുക്കളുടെ ശേഖരം ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്. മൂല്യനിർണ്ണയം നടത്തുകയും അതുപയോഗിച്ച് സാമ്പത്തിക കുതിച്ചുചാട്ടം രാജ്യത്തിന് ഉണ്ടാവുകയും ചെയ്യുന്ന ഭാവി സാഹചര്യം ഉൾപ്പെടെ വിലയിരുത്തേണ്ടത് ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. ലോകം അംഗീകരിച്ചിട്ടുള്ള ഈ പഠനം പക്ഷേ പാകിസ്ഥാനിൽ നടന്നിട്ടേയില്ല. അങ്ങനെ ഒരു വിധ ശാസ്ത്രീയ പഠനവും നടന്നിട്ടില്ല. അപൂർവ ധാതുക്കൾ, അതായത് റെയർ എർത്ത് എലമെന്റ് ഉണ്ട് എന്ന പാകിസ്ഥാന്റെ അവകാശവാദം ലോക നിലവാരത്തിലുള്ള ഒരു ശാസ്ത്രീയ പഠനവും നടത്താതെയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാകിസ്ഥാനിൽ 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ടൺ വരെ റെയർ എർത്ത് ഉണ്ട്. ഇത് നേരത്തെ ചില നിരീക്ഷകരെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. എന്നാൽ ആ അളവ് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളുടെ ധാതു സമ്പത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവുമാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ ഉൽപ്പാദനം 0 എന്നാണ് US-ന്റെ ജിയോളജിക്കൽ സർവേ ഡാറ്റയും കുറച്ച് നാൾ മുമ്പ് കണ്ടെത്തിയത്. ട്രംപ് പാവപ്പെട്ടി തുറന്നതിൽ വീണുപോയത് മെച്ചം. ഇതേസമയം പാകിസ്ഥാന്റെ സാമ്പത്തിക കുതിപ്പിന് കാരണമാകും വിധം ധാതു സമ്പത്തുണ്ട് എന്നായിരുന്നു സൈനിക മേധാവി അസീം മുനീറിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും വാദം. 6 മുതൽ 8 ട്രില്യൺ ഡോളർ വരെ മൂല്യം കൽപ്പിക്കുന്ന അപൂർവ ധാതുക്കളുടെ ശേഖരം, അതായിരുന്നു പാകിസ്ഥാന്റെ വാദം. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ് എന്നതാണ് ഡിസ്കവറി അലർട്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രംപുമായും പാകിസ്ഥാനുമായും ബന്ധം ശക്തിപ്പെടുത്താനുള്ള സംവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ട്രംപിന്റെ മരുമകനും ട്രംപിന്റെയും കമ്പനി പാകിസ്ഥാനിൽ വലിയ നിക്ഷേപം നടത്തുന്നു എന്ന തീരുമാനമെടുത്ത വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഖനന സാധ്യത ട്രംപിനെ ബോധ്യപ്പെടുത്തിയ ശേഷം ട്രംപിന് അവിടെ ഒരു കണ്ണ് ഉണ്ടായി. സ്വാഭാവികമാണല്ലോ, മൂപ്പരുടെ പരിപാടി തന്നെ അതിനാണല്ലോ. മാത്രമല്ല, അതിനെ പാകിസ്ഥാൻ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. ഇതാണ് സംഭവിച്ചത്. ട്രംപുമായി നിരന്തര സമ്പർക്കം വഴി ഇന്ത്യക്കെതിരായി ട്രംപിനെ ഉപയോഗിക്കാനും പാകിസ്ഥാന് കഴിഞ്ഞു. ഇന്ത്യ പാക് യുദ്ധസാധ്യത ഇല്ലാതാക്കിയത് താനാണ് എന്ന് ട്രംപ് വാദിച്ചു. അതിന് അസീം മുനീറും ഷഹബാസ് ഷെരീഫും അടിവരയിട്ട് കൊടുത്തു.
ഒപ്പം ഇന്ത്യക്ക് തീരുവച്ചുങ്കം ചുമത്തി കുഴപ്പത്തിലാക്കാനും നീക്കം നടത്തി. അപൂർവ ധാതുക്കളുടെ പേരിൽ ട്രംപുമായി ബന്ധം ശക്തിപ്പെടുത്തുകയും ഇന്ത്യക്കെതിരെ നീക്കം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. അതിനൊപ്പം ട്രംപിന് നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി നിരന്തരം പാകിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രചരണം നടത്തി. മാത്രമല്ല, തിരിച്ച് അസീം മുനീറിനെ നിരന്തരം പുകഴ്ത്തുകയും ചെയ്തു ട്രംപ്. പാകിസ്ഥാനിലെ ഖനന സാധ്യത, അപൂർവ ധാതുക്കളിലുള്ള കണ്ണ്, കച്ചവട മൂല്യം, ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ മനസ്സിൽ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ട്രംപ് പല നീക്കങ്ങളും നടത്തിയത്. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്കായി പിന്നീട് US സർക്കാരുമായി $50 കോടി കരാറിലെത്തിയെന്നും അതുപ്രകാരം ആദ്യ കണ്ടെയ്നർ അയച്ചുവെന്നും പാകിസ്ഥാനും പ്രഖ്യാപിച്ചു. അതിൻ്റെ നിജസ്ഥിതിയും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. അന്ന് വന്ന വാർത്തകളൊക്കെ നമുക്ക് നോക്കാം, ഇതിനിടയിൽ കാണാൻ പറ്റും. എന്നാൽ പാകിസ്ഥാൻ ട്രംപിനെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് വേണം ഡിസ്കവറി അലർട്ടിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ. പെട്ടെന്നൊരു നാൾ അപൂർവ ധാതുക്കളുടെ ശേഖരം എങ്ങനെ പാകിസ്ഥാനിൽ കണ്ടെത്തി എന്ന ചോദ്യത്തിന് വ്യക്തമായ വിശദീകരണം പോലും പാകിസ്ഥാൻ നൽകുന്നില്ല. പാകിസ്ഥാനിൽ ചെമ്പ്, ആന്റിമണി, ലിഗ്നൈറ്റ്, ക്രോമൈറ്റ്, ജംസ്റ്റോൺ എന്നിവയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ ശേഖരം എന്ന് വിശേഷിക്കാവുന്ന അളവിൽ അത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ സാന്നിധ്യം ശേഖരത്തിലേക്ക്, ആ വിപുലമായ ശേഖരത്തിലേക്ക് നയിക്കുന്ന സൂചനകളല്ല താനും. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് അപൂർവ ധാതുക്കൾ പിന്നെയും ഉള്ള നിലയിൽ, മെച്ചപ്പെട്ട നിലയിലുള്ളത്. ഈ മേഖലയിലാണെങ്കിലോ പാകിസ്ഥാൻ സർക്കാരിന് സ്വാധീനവുമില്ല. അവിടെ ബലൂചിസ്ഥാൻ പോരാളികളുടെ കയ്യിലാണ് ആ മേഖല. അതുകൊണ്ട് ഖനന നടപടികൾ പ്രാക്ടിക്കലും അല്ല. ഇനി ട്രംപിന്റെ ടീം അവിടെ പോയാലും അവന്മാർ ഓടിക്കും. നിലവിൽ ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപൂർവ ധാതുക്കളുടെ ഉടമ. 4.4 കോടി ടൺ റയർ എർത്ത് എലമെന്റ് ആണത്രേ ചൈനയിലുള്ളത്. 2.2 കോടി ടണ്ണുമായി വിയറ്റ്നാമാണ് രണ്ടാം സ്ഥാനത്ത്. 2.1 കോടി വീതമുള്ള ബ്രസീൽ, റഷ്യ, 70 ലക്ഷം ടണ്ണുള്ള ഇന്ത്യ എന്നിവയാണ് ഇതിൻ്റെ പിന്നിൽ പല നിലയിലുള്ളത്. അമേരിക്കയിൽ 20 ലക്ഷം ടണ്ണാണ് അപൂർവ ധാതുശേഖരം, അത്രമാത്രമേ ഉള്ളൂ. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടിയ ധാതുശേഖരം തങ്ങളുടെ പക്കലാണ് എന്ന അവകാശവാദവുമായി 6 മുതൽ 8 ട്രില്യൺ വരെ ധാതു സമ്പത്തുണ്ട് എന്നുള്ള പുതിയ വാദവുമായി പാകിസ്ഥാനും വന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ തന്നെ 2022 ഔദ്യോഗിക കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്ന് അവരുടെ കണക്ക് പ്രകാരം ഖനന നിക്ഷേപത്തിൻ്റെ മൂല്യം വെറും 6.65 ബില്യൺ, അതായത് 58,000 കോടി രൂപ മാത്രമാണ്. അസീം മുനീറും പാകിസ്ഥാൻ സർക്കാരും ഇപ്പോൾ പറയുന്നത് വ്യാജമായ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ് ആഭ്യന്തര ജനവികാരം പ്രതിരോധിക്കാനും ആഗോള ശ്രദ്ധ ലഭിക്കാനും നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗം മാത്രമാണ് എന്നാണ് വിലയിരുത്തലുകൾ. അവിടെയാണ് വീഡിയോയുടെ നമ്മൾ തുടക്കത്തിൽ കണ്ട ചിത്രം അതൊരു കോമഡിയായി മാറുന്നത്. അപൂർവ ധാതുക്കൾ പെട്ടി തുറന്ന് കാണിക്കുന്ന അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഗൗരവത്തോടെ കാണുന്ന കച്ചവട കണ്ണുകൾ കൊണ്ട് കണക്ക് കൂട്ടുന്ന ട്രംപും. എന്നാൽ ആ ചിത്രത്തിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അപ്പുറത്തിരിക്കുന്ന കണ്ണടയിട്ട ആളുടെ ചിരി, അത് നോക്ക്, മൂപ്പർക്കെല്ലാം അന്ന് തന്നെ തിരിഞ്ഞതാണ്. ഇങ്ങനെ ഒരാളെ പറ്റിക്കുകയാണല്ലോ എന്നുള്ള ഭാവമാണ് മൂപ്പർക്ക്. സംഗതി ട്രംപിനെ പറ്റിക്കുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു തോന്നുന്നു. ട്രംപ് ഒഴികെ എല്ലാവരുടെയും മുഖത്തുള്ള ചിരി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെട്ടിയിലുണ്ടായിരുന്നത് അപൂർവ ധാതുക്കളല്ല എന്നും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ സമ്മാനമായ രത്ന അയിരുകൾ മാത്രമാണ് എന്നും ചൈന അന്ന് തന്നെ പറഞ്ഞതും വാർത്തയായിരുന്നു. ചുരുക്കത്തിൽ ചൈനക്ക് കാര്യം തന്നെ പിടിയിട്ടിരുന്നു. ഇതൊന്നും അവിടെ ഇല്ല. അവർ കൃത്യമായിട്ട് ഇത് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ചുരുക്കത്തിൽ ആഭ്യന്തരമായും വൈദേശികമായും അതിർത്തി കാര്യങ്ങളിൽ ഉൾപ്പെടെ അമേരിക്കയുടെ പിന്തുണ നേടിയെടുക്കാനും അതുവഴി പ്രതിഷേധങ്ങളെ നേരിടാനും ഒക്കെയായി തൽക്കാലത്തേക്ക് തടി കൈച്ചലാക്കാൻ വേണ്ടി പാകിസ്ഥാൻ പറ്റിയ ഒരു ഗെയിം ആയിരുന്നു എന്ന് വേണം ഇതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ. അതിൻ്റെ തുടർച്ചയായി അഫ്ഗാൻ താലിബാനെതിരെ അമേരിക്കൻ പിന്തുണ നേടിയെടുത്തു പാകിസ്ഥാൻ. മോദിയുടെ മൈ ഫ്രണ്ടായിരുന്ന ട്രംപ് ഇന്ത്യയെ ചതിച്ചു. പ്രത്യുപകാരമായി ഗാസയിൽ ഇസ്രായേലിന് വേണ്ടി സൈന്യത്തെ അയക്കാൻ വരെ പാകിസ്ഥാൻ തയ്യാറായി. എല്ലാം ഈ ഒരു പെട്ടിയുടെ ബലത്തിൽ. എന്താല്ലേ, പെട്ടി പൊട്ടിച്ച് പറ്റിച്ചു എന്നർത്ഥം. നമുക്ക് ഇനിയുണ്ടാകുന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നുള്ള ആകാംക്ഷ ബാക്കിയുണ്ട്. അമേരിക്ക ഇതിനെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇനി നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.